എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് വ്യക്തിപരമായി ആത്മീയ മേഖലയിൽ വളരാൻ ഒരു കൃപ എനിക്ക് വേണം. അത് ആഗ്രഹിക്കണം. എല്ലാവരും ആഗ്രഹിക്കണം. കർത്താവെ, എൻ്റെ ആത്മീയ മേഖലയെ ബലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ സംഭവിക്കണം. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും അത് കിട്ടും. ആഗ്രഹിക്കുന്നവർക്കേ കിട്ടുകയുള്ളൂ. ഓ പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ആത്മീയ മേഖല, എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കൃപ എനിക്ക് ഈ ശുശ്രൂഷ സമയത്ത് വേണം. ആഗ്രഹിക്കണം. നമുക്ക് ആ ആഗ്രഹം വിശുദ്ധ മിഖായേലിനോടുള്ളൊരു പ്രാർത്ഥനയാക്കി നമുക്കൊന്ന് ഉയർത്താം. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കണേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ആരോടെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധ തകർച്ച, മറ്റുള്ള വ്യക്തികൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അവരുടെ പ്രവർത്തികൾ നമുക്കങ്ങോട്ട് ദഹിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, അപ്രകാരമുള്ള ചില മേഖലകളുണ്ടാവും. നമ്മുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലൊന്ന് ഓർക്കുക. വീട്ടിൽ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ചിലരുടെ പെരുമാറ്റങ്ങളും ശൈലികളും നമുക്ക് മനസ്സിലാവുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് എപ്പോഴും നമ്മൾ അസ്വസ്ഥരാവുകയാണ്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനുമുള്ള കൃപ നൽകും. പലപ്പോഴും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓ ദൈവമേ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ജോലി സ്ഥലത്ത് അപ്രകാരമുള്ള ഭാരമുണ്ടാവും. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ള കൃപ വേണം. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ തന്നെ ചിന്തിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലായിരിക്കും, നിങ്ങളുടെ കൂട്ടായ്മകളിലായിരിക്കും, ഫാമിലി ഗ്യാതറിങ്ങുകളിലായിരിക്കും. ചില ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർ പറയുന്നത് ദഹിക്കുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഭാരം മനസ്സിലുണ്ടാവും. പരിശുദ്ധാത്മാവേ, 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 ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള അഭിഷേകം വേണം. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള പരിശുദ്ധാത്മ അഭിഷേകം വേണം.
രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ചാവും. രണ്ട് കരങ്ങളും കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. പന്തക്കുസ്താ ദിനം സ്ലീഹന്മാരുടെ മേൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കട്ടെ. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ബാബേൽ സംസ്കാരമാണ്, ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം പലപ്പോഴും ഞങ്ങൾ ചിന്തകളും ഭാഷകളും മാറിപ്പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു പന്തക്കുസ്ത അനുഭവം നൽകണമേ. കണ്ണുകളടച്ച് എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിനിറങ്ങട്ടെ, ആരാധകരിനിറങ്ങട്ടെ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ സാധിക്കുമെങ്കിൽ നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ചിലരുടെ പേരുകൾ നിങ്ങൾക്ക് മനസ്സിൽ തെളിഞ്ഞു വരും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറാതിരുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ചവർ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, വേദനിപ്പിച്ചവർ, നിങ്ങളുടെ ജീവിതത്തിൽ പലതരം ദുഃഖാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകിയ അനേകരെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരും. ഈ നിമിഷം അവരെയാണ് നമ്മൾ ഈ വലതുകരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പന്തക്കുസ്ത അനുഭവം ഈ സമയം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റിയില്ല. നിങ്ങളെ അത്രമേൽ സ്നേഹിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവരുടെ സ്നേഹവും പ്രകടനങ്ങളും സംസാരവും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ മൺമറഞ്ഞു പോയി. അങ്ങനെ ഉണ്ടാവും. കർത്താവെ, ഈ സമയത്ത് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ അത് നമ്മുടെ പ്രിയപ്പെട്ട അപ്പനാവും. അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല. വളർന്ന് കുറേ കഴിഞ്ഞപ്പോഴേ നമുക്ക് തിരിച്ചറിഞ്ഞത് അപ്പനെ ഇത്രത്തോളം അല്ലല്ലോ, അല്പം കൂടെ സ്നേഹിക്കാമായിരുന്നല്ലോ. പറ്റിയില്ല. അമ്മയെ അല്പം കൂടെ സ്നേഹിക്കാമായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. അമ്മയെ അല്പം കൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. സാധിച്ചില്ലല്ലോ. ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ അല്പം കൂടെ നന്നായിട്ട് സ്നേഹിക്കാമല്ലോ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് പറ്റിയില്ല. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണം. അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവാകുന്ന ലഹരി ഈ സമയത്ത് പ്രവർത്തിക്കട്ടെ. പരസ്പരം മനസ്സിലാക്കാൻ തക്കവണ്ണം വലിയൊരു അഭിഷേകം ഞങ്ങൾ നിറയപ്പെടട്ടെ. ആഗ്രഹത്തോടെ കരങ്ങൾ കൂപ്പി ഈശോടാശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ആരാധന 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 എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ, കൃപ ചൊരിയണമേ. പരിശുദ്ധ